യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് CASD കൺസെപ്റ്റ് പ്രകാരം ഹയർ പ്രൊബബിലിറ്റി ട്രേഡുകൾ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് ഹയർ ടൈം ഫ്രെയിം കീ ലെവൽസ്, അവിടെ എത്തിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻസ്. ഓക്കെ, ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിം OB, ഓക്കെ, ഹയർ ടൈം ഫ്രെയിം ബ്രേക്കർ ബ്ലോക്ക്, ഓക്കെ, ഹയർ ടൈം ഫ്രെയിം QM, ഓക്കെ, അതുപോലെ ഹയർ ടൈം ഫ്രെയിം FVG, ഓക്കെ, അതുപോലെ IFVG, ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. പ്ലസ് നമുക്ക് ബൈ സൈഡ് ലിക്വിഡിറ്റി ആൻഡ് സെൽ സൈഡ് ലിക്വിഡിറ്റി. ഓക്കെ, എന്ന് വെച്ചാൽ സ്വിംഗ് ലോസ് ആൻഡ് സ്വിംഗ് ഹൈസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഹയർ ടൈം ഫ്രെയിം കീ ലെവൽസ്. ഇത്രയും കീ ലെവൽസാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്തു, കീ ലെവൽ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇനി അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് എന്ത് വേണം, ലിക്വിഡിറ്റി വേണം. ലൈക്ക് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു സോണ്, ഓക്കെ, നമുക്ക് ഒരു സപ്ലൈ സോൺ, ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ഇതൊരു സപ്ലൈ സോണാണ്. ഓക്കെ, ഈ സപ്ലൈ സോണിൻ്റെ തൊട്ടടുത്തായിട്ട് പ്രീസ് എന്ത് ചെയ്തു, ഒരു ലിക്വിഡിറ്റി. ഓക്കെ, എന്നുവെച്ചാൽ ഇതൊരു 4 hour സപ്ലൈ സോണാണെന്ന് ഇമാജിൻ. ഓക്കെ, മുന്നേ പ്രീവിയസ്ലി ഫോം ചെയ്ത് ടെസ്റ്റ് ചെയ്യാത്ത ഒരു സപ്ലൈ സോൺ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ അതിൻ്റെ അടുത്ത് വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു, ഈ രീതിയിൽ എന്ത് ചെയ്തു, ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി പ്രൈസ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, CASD പ്രകാരം എൻട്രി നോക്കാം. ഓക്കെ, ഇത് നമ്മൾ സാധാരണ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി, അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി, പക്ഷേ ഇവിടെ മേലെ എന്തില്ല, ഈ ഒരു ഏരിയയിൽ സോണൊന്നുമില്ല, ജസ്റ്റ് സാധാരണ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി മാത്രം. ഇത് റിയാക്ട് ചെയ്ത് പോകുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിനേക്കാളും ഹയർ പ്രൊബബിലിറ്റി ട്രേഡാണ് ആക്ച്വലി നമുക്ക് ഇങ്ങനെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി, അതിന് മേലെ ഒരു സോൺ വരികയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തേക്കിന് നമുക്ക് എന്ത് ചെയ്യരുത്, ഇപ്പോൾ ഇങ്ങനെ തൊട്ടടുത്തൊരു സോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ലിക്വിഡിറ്റി എടുത്തേക്ക് തന്നെ എന്ത് ചെയ്യരുത്, അവിടെ ട്രേഡ് നോക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സോണിലേക്ക് പ്രൈസ് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പ്രൈസ് ഇങ്ങോട്ടേക്ക് വന്നു, ഓക്കെ, പ്രൈസ് ഇവിടെ വന്നു, ഇവിടെ നിന്നല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡ് എടുക്കുന്നത്, പ്രൈസ് ഈ ലിക്വിഡിറ്റി ടച്ച് ചെയ്തു ശേഷം ഈ ഒരു സപ്ലൈ സോണിൽ വന്ന ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് കൺഫർമേഷൻ നോക്കുക എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് റിയൽ എക്സാമ്പിൾസ് തന്നെ എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 hour കീ ലെവലും അതുപോലെ ഒരു 4 hour ലിക്വിഡിറ്റിയും ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു 4 hour ചാർട്ടാണ്. ഓക്കെ, ഈ ഒരു 4 hour ചാർട്ടിൽ നമ്മൾ ഇവിടെ കാണാൻ പറ്റും, പ്രൈസ് ഇവിടുന്ന് ഈ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. സോ ആ ഒരു സമയത്ത് ഫോം ചെയ്തിട്ടുള്ള 4 hour സപ്ലൈ ഓർഡർ ബ്ലോക്കാണ് അവിടെ നിൽക്കുന്നത്. ഓക്കെ, സോ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, അതിൻ്റെ മേലെ വന്നിട്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഫോം ചെയ്തു. ഓക്കെ, സോ നമ്മൾ 4 hour കീ ലെവലിൽ നിന്ന് 50 മിനിറ്റിലാണ് എന്ത് ചെയ്യുക, കൺഫർമേഷൻ നോക്കുക. ഓക്കെ, 50 മിനിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ നോക്കുക. ലെറ്റ്സ് സി നമുക്ക് ഇവിടെ എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യാം, ജസ്റ്റ് 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റീപ്ലൈ ചെയ്യാം. ഓക്കെ, ഓക്കെ, സോ നമ്മൾ 50 മിനിറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, സ്വിച്ച് ചെയ്യുന്നു. ഓക്കെ, ദെൻ എങ്ങനെയാണ് 50 മിനിറ്റിലവിടെ റിയാക്ട് ചെയ്യുന്നത് നോക്കാം. പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു ലിക്വിഡിറ്റി
പ്രൈസ് സ്വീപ്പ് ചെയ്തു. ഇത് നമ്മുടെ 4 hour സപ്ലൈ സോണായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈ ആൻഡ് ലോ ജസ്റ്റ് എന്ത് ചെയ്യും, മാർക്ക് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ക്യാൻഡിൽ. ഓക്കെ, ലാസ്റ്റ് ക്യാൻഡിൽ. ഓക്കെ, ഇതാണ് ആക്ച്വലി ആ ഒരു ലാസ്റ്റ് ക്യാൻഡിൽ. ഓക്കെ, സോ ഇതിൻ്റെ താഴെ എന്ത് ചെയ്തു, പ്രൈസ് ക്ലോസ് ചെയ്തു. ഇവിടെ ആക്ച്വലി ആ ഒരു ഗ്രേ കളറ് ബുള്ളിഷ് ക്യാൻഡിലും അതുപോലെ ഈ ഒരു ബ്ലാക്ക് കളറുള്ളത് ബിയറിഷ് ക്യാൻഡിലുമാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കുന്ന സമയത്ത് പ്രൈസ് ആ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ. ഓക്കെ, ദെൻ അതിൻ്റെ താഴെ എന്ത് ചെയ്തു, പ്രൈസ് ഇവിടെ ക്ലോസ് ചെയ്തു. സോ നമുക്ക് എന്തായി, അവിടെ CASD കൺഫേം ആയി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ റീടെസ്റ്റിൽ എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഷോർട്ട് ചെയ്യും. ഓക്കെ, തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഷോർട്ട് ചെയ്യും. സ്റ്റോപ്പ് ലോസ് ആ ഒരു ഹൈൻ്റെ മേലെ കീപ്പ് ചെയ്യും. ആൻഡ് നമ്മൾ അടുത്തൊരു ടാർഗറ്റ് ഒബ്വിയസ്ലി അടുത്തൊരു ലോ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഈ ലോ വരെ എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു എൻട്രി ടാപ്പ് ചെയ്തു. ലെറ്റ്സ് സീ എങ്ങനെയാണ് പ്രൈസ് അവിടുന്ന് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, ഈസി ആയിട്ട് ആ ടാർഗറ്റ് എന്ത് ചെയ്തു, അവിടെ റീച്ച് ചെയ്തു. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു ഹയർ ടൈം ഫ്രെയിം സപ്ലൈ വേണം. ഓക്കെ, സപ്ലൈ ഓർ ലൈക്ക് ഡിമാൻഡ്. ഓക്കെ, ഇവിടെ നമ്മൾ സപ്ലൈ ആണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു ലിക്വിഡിറ്റി വേണം. അപ്പോൾ സപ്ലൈൻ്റെ തൊട്ടടുത്താവുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, അവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് സപ്ലൈ. ഓക്കെ, സപ്ലൈ ആൻഡ് ഇവിടെ നമുക്ക് ബൈ സൈഡ് ലിക്വിഡിറ്റി, ഇത് രണ്ടും വേണം. ഓക്കെ, എന്നാലേ ഇതൊരു ഹയർ പ്രോബബിലിറ്റി ട്രേഡ് ആവുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് എന്ത് വേണം, ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യും വേണം, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ടാഗ് ചെയ്ത ശേഷം എന്ത് ചെയ്യണം, ഈ സോണിൽ എത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് എടുക്കുക. അല്ലാതെ ഈ ലിക്വിഡിറ്റി എടുത്ത ശേഷം ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാലല്ല നമ്മൾ ട്രേഡ് എടുക്കുന്നത്, സോണിൽ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ശേഷം നമ്മൾ എന്ത് ചെയ്യും, ലോ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നമ്മൾ സോണ് ഇവിടെ 4 hour ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 50 minute കൺഫർമേഷൻ എടുത്തു. ഇനി നിങ്ങൾക്ക് അത് 1 day ആണെന്നുണ്ടെങ്കിൽ 1 hourലായിരിക്കും കൺഫർമേഷൻ എടുക്കുക. അതുപോലെ നമുക്ക് വീക്ക്ലി ആണെന്നുണ്ടെങ്കിൽ 4 hourലായിരിക്കും. ഓക്കെ, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ലോ ടൈം ഫ്രെയിംസ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തൊരു ഓപ്പോസിറ്റ് എൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തൊരു സോൺ വരെ അല്ലെങ്കിൽ അടുത്തൊരു ലിക്വിഡിറ്റി വരെ എന്ത് ചെയ്യുന്നു, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഓക്കെ ഓക്കെ ഇതൊരു ഡിമാൻഡിൻ്റെ എക്സാമ്പിളാണ്. ഫസ്റ്റ് നമ്മൾ നോക്കിയതൊരു സപ്ലൈ ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു ഡിമാൻഡ്. ഓക്കെ, ഈ ഒരു ഡിമാൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ തൊട്ടടുത്തായിട്ട് എന്ത് ചെയ്തു, പ്രൈസ് ഒരു ലിക്വിഡിറ്റി, ഇതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, സോ നമുക്ക് പ്രൈസ് ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു, ശേഷം പ്രൈസ് എന്ത് ചെയ്തു, ഈ ഒരു ഡിമാൻഡിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ 15 മിനിറ്റിലാണ് എന്ത് ചെയ്യുക, കൺഫർമേഷൻ നോക്കുക. ഓക്കെ, സോ നമ്മൾ 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ, ഓക്കെ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്തു. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ ഒരു സോണ് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. യെസ്, പ്രൈസ് എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു
സോണിലേക്ക് എന്ത് ചെയ്തു വന്നു. ഓക്കെ, സോ നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പായിട്ടുണ്ട്, അതുപോലെ സോണിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് കൺഫർമേഷൻ നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും പ്രൈസ് ലോവർ ലോ ലോവർ ഹൈ എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ നമുക്ക് എന്ത് വേണം, ഇവിടെ ഒരു ഷിഫ്റ്റ് വേണം. ഓക്കെ, അടുത്തൊരു ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഒരു ഷിഫ്റ്റ്. ഇവിടെ നമുക്ക് ആക്ച്വലി ഫസ്റ്റ് കിട്ടിയത് ഇതൊരു റിയൽ ഷിഫ്റ്റ് അല്ല കണ്ടോ. ഈ ഒരു ഹൈൻ്റെ മേലെ പ്രൈസ് എന്ത് ചെയ്തില്ല, ബുള്ളിഷായിട്ട് ക്ലോസിങ് തന്നിട്ടില്ല. ഓക്കെ, ഈ ഒരു റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ക്യാൻഡിൽ, ബിയറിഷ് ക്യാൻഡിൽ മേലെ ബോഡി ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഓപ്പൺ ചെയ്തിട്ട് താഴെയാണ് എന്ത് ചെയ്ത് ക്ലോസ് ചെയ്തില്ല. അപ്പോൾ അതൊരു ബുള്ളിഷ് ക്ലോസിങ് അല്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ക്ലോസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പ്രൈസ് എന്ത് ചെയ്തു, അതിൻ്റെ ശേഷം വീണ്ടും പുതിയ ഈ ഒരു ലോ എടുത്തു. ഓക്കെ, ഇവിടെ ലോവർ ലോ, ദെൻ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് മൊമെൻറ്റം ഷിഫ്റ്റായി. ഓക്കെ, ഈ ഒരു ഷിഫ്റ്റായ സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ബുള്ളിഷ് FVG ഉണ്ട്. ഓക്കെ, നമ്മളെ ബുള്ളിഷ് FVG ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. എന്ന് വെച്ചാൽ പ്രൈസ് തിരിച്ചിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ FVG എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്ക് തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് FVGയും ഓർഡർ ബ്ലോക്കും എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ FVG തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ചിലപ്പം ഓർഡർ ബ്ലോക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, രണ്ടിലും എൻട്രി പ്ലാൻ ചെയ്യുക. ഓക്കെ, ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ മിസ്സായി കഴിഞ്ഞാലും നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് റിയാക്ട് ചെയ്ത് പോവാം, ചിലപ്പം ഇവിടെ വന്നിട്ടാവും റിയാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു എൻട്രി, ഇപ്പോൾ നിങ്ങളിവിടെ 1% റിസ്ക് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 0.5% ഇവിടെയും 0.5% ഇവിടെയും റിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എൻട്രി കിട്ടും. ഇനിയിപ്പോൾ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് രണ്ടും എക്സിക്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 2 ട്രേഡ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്താലും മതി. ഓക്കെ, ലെറ്റ്സ് സീ നമുക്ക് ഇതെങ്ങനെയാണ് ഇവിടെ വർക്കായത് നോക്കാം. നമ്മളൊരു FVG എന്ത് ചെയ്തു, പ്രൈസ് ടാപ്പ് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് സീ. അതിൻ്റെ ശേഷം പ്രൈസ് എന്ത് ചെയ്തു, വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മേലോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹയർ പ്രോബബിലിറ്റി ട്രേഡുകൾ എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് കീ ലെവൽസ്. ഓക്കെ, കീ ലെവൽസ് നമുക്ക് വേണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ രണ്ട് കീ ലെവൽസാണ് അവിടെ നോക്കുന്നത്. കീ ലെവലായിട്ട് നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ്. ഓക്കെ, ആൻഡ് അടുത്തൊരു കീ ലെവൽ എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ആയിട്ടും വേണം. ഓക്കെ, അപ്പോൾ ബൈ സൈഡ് ലിക്വിഡിറ്റി ഓർ സെൽ സൈഡ് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, അവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി വേണം. അതുപോലെ ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, സെൽ സൈഡ് ലിക്വിഡിറ്റി വേണം. ഓക്കെ, സോ അത് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഹയർ പ്രോബബിലിറ്റി ട്രേഡ് സെറ്റപ്പ് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യുക, 1-2 വട്ടം എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ, ബൈ.